Basic electricity and wiring specification. Question number 1. Topic specific resistance or resistivity. ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ ഓം പെർ മീറ്റർ. തെറ്റാണ്, ഇത് തെറ്റായ റിലേഷനാണ്. ഓപ്ഷൻ ബി ഓം മീറ്റർ. ശരിയാണ്. ഫോർമുല റോ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എൽ ആണ്. ഇതിൽ നിന്നും റോ ഇസ് ഈക്വൽ ടു ഓം മീറ്റർ എന്ന് കിട്ടും. അതിൻ്റെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. ഓപ്ഷൻ സി ഓം തെറ്റാണ്, ഇത് സാധാരണ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഓപ്ഷൻ ഡി മോ തെറ്റാണ്, ഇത് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. മെറ്റീരിയലിൻ്റെ ഹിൻറ്റ്: മെറ്റീരിയലിൻ്റെ ടൈപ്പും ടെമ്പറേച്ചറും മാത്രമാണ് റെസിസ്റ്റിവിറ്റിയെ മാറ്റുന്നത്. അതിൻ്റെ നീളമോ കനമോ ഇതിനെ ബാധിക്കില്ല. ക്വസ്റ്റ്യൻ നമ്പർ 2. ടോപ്പിക് ഇലക്ട്രിക്കൽ എനർജി കാൽക്കുലേഷൻ. 100 വാട്ട് പവർ ഉള്ള ഒരു ഫിലമെൻറ്റ് ബൾബ് ദിവസവും 10 മണിക്കൂർ വീതം പ്രവർത്തിച്ചാൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി എത്ര യൂണിറ്റ് ആയിരിക്കും? ഓപ്ഷൻ എ 10 യൂണിറ്റ്. തെറ്റാണ്, വാട്ട്സിനെ കിലോ വാട്ട്സ് ആക്കാൻ മറക്കരുത്. ഓപ്ഷൻ ബി 0.1 യൂണിറ്റ്. തെറ്റാണ്. ഓപ്ഷൻ സി 1 യൂണിറ്റ്. ശരിയാണ്. എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം സമം 100 വാട്ട് ഇൻറ്റു 10 അവേഴ്സ്. 1000 വാട്ട് അവർ നമ്മൾ പഠിച്ചു. 1000 വാട്ട് അവർ എന്നാൽ 1 കിലോ വാട്ട് അവർ ആണ്. 1 കിലോ വാട്ട് അവർ സമം 1 യൂണിറ്റ് ആണ്. ഓപ്ഷൻ ഡി 100 യൂണിറ്റ്. തെറ്റാണ്. നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് കണക്കാക്കുന്നത് ഇതേ രീതിയിലാണ്. ടോട്ടൽ വാട്ടേജ് ഇൻറ്റു അവേഴ്സ് ചെയ്ത് അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. യൂണിറ്റ് എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു എന്ന് അറിയാൻ കഴിയും. ക്വസ്റ്റ്യൻ നമ്പർ 3. ടോപ്പിക് കണ്ടക്റ്റൻസ്. വൈദ്യുത പ്രവാഹത്തെ കടത്തിവിടുവാനുള്ള ഒരു ചാലകത്തിൻ്റെ കഴിവിനെ കണ്ടക്റ്റൻസ് എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ എ ഓം. തെറ്റാണ്, ഇത് കറണ്ടിനെ തടയുന്ന റെസിസ്റ്റൻസ് ആണ്. ഓപ്ഷൻ ബി സീമെൻസ് ഓർ മോ. ശരിയാണ്. കണ്ടക്റ്റൻസ് എന്നത് റെസിസ്റ്റൻസിൻ്റെ കൃത്യം വിപരീതമാണ്. ജി ഇസ് ഈക്വൽ ടു 1/R. ഇതിൻ്റെ യൂണിറ്റ് സീമെൻസ്, ചിഹ്നം എസ് അല്ലെങ്കിൽ മോ. ഓം തിരിച്ചിടുന്നതാണ്. ഓപ്ഷൻ സി ഹെൻറി. തെറ്റാണ്, ഇത് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഓപ്ഷൻ ഡി ഫാരഡ്. തെറ്റാണ്, ഇത് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഹിൻഡ്: ഓം എന്ന വാക്ക് പുറകോട്ട് എഴുതിയാൽ മോ എന്ന് കിട്ടും. റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ഇത്. ക്വസ്റ്റ്യൻ നമ്പർ 4. ടോപ്പിക് വയർ ഓർ കേബിൾ കോർ. ഇലക്ട്രിക്കൽ വയറിങ്ങിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് കണ്ടക്ടറിൻ്റെ പല തിൻ കമ്പികൾ പിരിച്ചുണ്ടാക്കിയ വയർ പ്രധാന ഗുണം എന്താണ്? ഓപ്ഷൻ എ മോർ ഫ്ലെക്സിബിലിറ്റി. ഉത്തരം ശരിയാണ്. സിംഗിൾ സോളിഡ് വയറിനെ അപേക്ഷിച്ച് സ്ട്രാൻഡഡ് വയറുകൾക്ക് ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും. പൈപ്പുകളിലൂടെ എളുപ്പത്തിൽ വലിച്ചു കയറ്റുവാൻ ഇത് സഹായിക്കും. ഓപ്ഷൻ ബി ഹയർ റെസിസ്റ്റൻസ്. തെറ്റാണ്, റെസിസ്റ്റൻസ് കൂട്ടാനുള്ള അല്ല വയർ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഓപ്ഷൻ സി ലോ കോസ്റ്റ്. തെറ്റാണ്, ഇതിന് നിർമ്മാണ ചെലവ് അല്പം കൂടുതലാണ്. ഓപ്ഷൻ ഡി ഹൈ വോൾട്ടേജ് റേറ്റിംഗ്. തെറ്റാണ്, വോൾട്ടേജ് റേറ്റിംഗ് തീരുമാനിക്കുന്നത് അതിൻ്റെ ഇൻസുലേഷൻ ആണ്. ഹിൻഡ്: വീടുകളിൽ വയറിങ്ങിനായി നമ്മൾ ഉപയോഗിക്കുന്ന മൾട്ടി സ്ട്രാൻഡ് ഫ്ലെക്സിബിൾ കോപ്പർ വയറുകൾ ഓർക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5. ടോപ്പിക് ഓപ്പൺ ആൻഡ് ഷോർട്ട് സർക്യൂട്ട്. ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ ആ സർക്യൂട്ടിലെ റെസിസ്റ്റൻസിനും കറൻറ്റും എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ റെസിസ്റ്റൻസ് കൂടിയും കറൻറ്റ് കുറഞ്ഞും ഇരിക്കും. തെറ്റാണ്, ഇത് ഓപ്പൺ സർക്യൂട്ടിലാണ് സംഭവിക്കുക. ഓപ്ഷൻ ബി റെസിസ്റ്റൻസ് 0വും കറൻറ്റ് ഇൻഫിനിറ്റിയും ആയിരിക്കും. ഇത് ശരിയാണ്. ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ കറൻറ്റിന് ഒഴുകാൻ തടസ്സമില്ലാത്ത നേരിട്ടുള്ള പാത ലഭിക്കുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് 0ത്തിലേക്ക് താഴുകയും കറൻറ്റ് അമിതമായി ഉയരുകയും ചെയ്യുന്നു. ഓപ്ഷൻ സി രണ്ടും 0 ആയിരിക്കും. തെറ്റാണ്. ഓപ്ഷൻ ഡി മാറ്റമില്ലാതെ തുടരും. അതും തെറ്റാണ്. ഹിൻഡ് ഫേസ് വയറും ന്യൂട്രൽ വയറും തമ്മിൽ നേരിട്ട് മുട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്പാർക്കും വലിയ കറൻറ്റും ആലോചിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ
6 ടോപ്പിക് ഓപ്പൺ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് ബ്രേക്ക് ആയി കിടക്കുന്ന അവസ്ഥയെ ഓപ്പൺ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു. ഇതിലെ കറന്റ് എത്രയായിരിക്കും? ഓപ്ഷൻ എ മാക്സിമം കറന്റ്. റീസൺ തെറ്റാണ്. ഓപ്ഷൻ ബി 0 കറന്റ് ശരിയാണ്. സർക്യൂട്ട് ഓപ്പൺ ആയാൽ ക്ലോസ്ഡ് സർക്യൂട്ട് അല്ല, അതുകൊണ്ട് ഇലക്ട്രോണുകൾക്ക് ഒഴുകാനായി കഴിയുകയില്ല. കറന്റ് എപ്പോഴും 0 ആയിരിക്കും. റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും, അതായത് ഇൻഫിനിറ്റ് ആയിരിക്കും. ഓപ്ഷൻ സി 1 ആംപിയർ തെറ്റാണ്. ഓപ്ഷൻ ഡി വോൾട്ടേജിന് തുല്യം തെറ്റാണ്. കറന്റും വോൾട്ടേജും 2 വ്യത്യസ്ത അളവുകളാണ്. ഹിന്റ്: ഒരു സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുമ്പോൾ ആ ലൈൻ ഓപ്പൺ സർക്യൂട്ട് ആണ്, കറന്റ് ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 7 ടോപ്പിക് ഫ്യൂസ് വയർ പ്രോപ്പർട്ടീസ്. ഒരു ഇലക്ട്രിക്കൽ ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗുണങ്ങൾ ഏവ? ഓപ്ഷൻ എ ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. റീസൺ മെൽറ്റിംഗ് തെറ്റാണ്. കാരണം മെൽറ്റിംഗ് പോയിന്റ് കൂടിയാൽ ഫ്യൂസ് ഉരുകില്ല, അത് അപകടമാണ്. ഓപ്ഷൻ ബി ലോ റെസിസ്റ്റൻസ് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് തെറ്റാണ്. ഓപ്ഷൻ സി ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ലോ മെൽറ്റിംഗ് പോയിന്റ്. ഉത്തരം ശരിയാണ്. ഫ്യൂസ് വയറിന് ആവശ്യത്തിന് ചൂട് ഉണ്ടാക്കാൻ ഉയർന്ന റെസിസ്റ്റൻസും അമിത കറന്റും വരുമ്പോൾ പെട്ടെന്ന് ഉരുകി സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാൻ താഴ്ന്ന ഉരുകൽ നിലയും ഉണ്ടായിരിക്കണം. ലോ മെൽറ്റിംഗ് പോയിന്റും ഉണ്ടായിരിക്കണം. ഓപ്ഷൻ ഡി ലോ റെസിസ്റ്റൻസ് ആൻഡ് ലോ മെൽറ്റിംഗ് പോയിന്റ് തെറ്റാണ്. ഹിന്റ്: സാധാരണ ഫ്യൂസ് വയറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ടിൻ, ലെഡ് എന്നിവയുടെ അലോയ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ടോപ്പിക് ഇലക്ട്രിക്കൽ പവർ ലോസ്. താഴെ പറയുന്നവയിൽ പവർ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുലകളിൽ തെറ്റായ രൂപം ഏതാണ്? ഓപ്ഷൻ എ P = V × I. ഇത് ശരിയായ ഫോർമുലയാണ്. ഓപ്ഷൻ ബി P = I² × R. ഇതും ശരിയായ ഫോർമുലയാണ്. ഓപ്ഷൻ സി P = V²/R. ഇതും ശരിയായ ഫോർമുലയാണ്. ഓപ്ഷൻ ഡി P = V/R. ഉത്തരം ശരിയാണ്. ചോദ്യത്തിൽ തെറ്റായത് ചോദിച്ചതിനാൽ ഇതാണ് ഉത്തരം. P = V/R എന്ന ഉത്തരം തെറ്റാണ്. കാരണം P = V/R എന്നത് പവറിൻ്റെ ഫോർമുലയല്ല, അത് ഓം നിയമപ്രകാരം I കാണുവാനുള്ള ഫോർമുലയാണ്. ഹിന്റ്: ഓം നിയമവും പവർ നിയമവും മിക്സ് ചെയ്ത് 3 രീതിയിൽ പവർ എഴുതാം. VI I²/R, VI I²R, V²/R. ക്വസ്റ്റ്യൻ നമ്പർ 9 ടോപ്പിക് കിർച്ചോഫ്സ് കറന്റ് ലോ. ഒരു ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്ന കറന്റുകൾ 5 ആംപിയർ, 3 ആംപിയർ എന്നിവയാണ്. ആ ജംഗ്ഷനിൽ നിന്ന് ഒരൊറ്റ വഴിയിലൂടെയാണ് കറന്റ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ പുറത്തേക്ക് പോകുന്ന കറന്റിൻ്റെ അളവ് എത്ര? ഓപ്ഷൻ എ 2 ആംപിയർ തെറ്റാണ്. ഇത് വ്യത്യാസം എടുത്തതാണ്. ഓപ്ഷൻ ബി 8A ശരിയാണ്. റീസൺ KCL അനുസരിച്ച് ടോട്ടൽ ഇൻകമിംഗ് കറന്റ് = ടോട്ടൽ ഔട്ട് ഗോയിങ് കറന്റ്. അപ്പോൾ 5A + 3A = 8A. കറന്റ് പുറത്തേക്ക് പോകുന്നത് 8 ആംപിയർ ആണ്. ഓപ്ഷൻ സി 15A തെറ്റാണ്. ഓപ്ഷൻ ഡി 0A തെറ്റാണ്. ഹിന്റ്: പ്രവേശിക്കുന്ന വഴികളിലെ കറന്റുകൾ തമ്മിൽ പ്ലസ് ചെയ്യുക, ഉത്തരം കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 10 ടോപ്പിക് വയർ ഇൻസുലേഷൻ ആൻഡ് കളർ കോഡ്സ്. പുതിയ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS കോഡ് അനുസരിച്ച് 3 ഫേസ് AC സർക്യൂട്ടിലെ ന്യൂട്രൽ വയറിൻ്റെ നിറം എന്തായിരിക്കും? ഓപ്ഷൻ എ റെഡ്. റീസൺ ഓപ്ഷൻ എ റെഡ് തെറ്റാണ്. ഇത് ഫേസ് വയറിൻ്റെ നിറമാണ്. ഓപ്ഷൻ ബി ഗ്രീൻ. അതും തെറ്റാണ്. ഇത് എർത്ത് വയറിൻ്റെ നിറമാണ്. ഓപ്ഷൻ സി ബ്ലാക്ക് ഓർ ബ്ലൂ ശരിയാണ്. പഴയ കോഡ് അനുസരിച്ച് ന്യൂട്രൽ കറുപ്പാണ്. എന്നാൽ പുതിയ അന്താരാഷ്ട്ര ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സിംഗിൾ ഫേസ് കേബിളുകളിൽ ന്യൂട്രൽ ആയി നീല നിറവും ഉപയോഗിക്കുന്നു. ഓപ്ഷനുകളിൽ ഇവ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ഡി യെല്ലോ തെറ്റാണ്. ഇത് Y ഫേസിൻ്റെ
വയറിൻ്റെ നിറമാണ്. ഹിൻഡ് 3 ഫേസ് ലൈനുകൾ സാധാരണയായി RYB റെഡ്, യെല്ലോ, ബ്ലൂ എന്നീ ഫേസ് കളറുകളിലാണ് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. ടോപ്പിക് വയർ ഇൻസുലേഷൻ കളർ കോഡ്സ് എർത്തിങ്. ഇലക്ട്രിക്കൽ വയറിങ്ങിൽ എർത്ത് വയർ എർത്തിങ് ആയി ഉപയോഗിക്കുന്ന വയറിൻ്റെ ഇൻസുലേഷൻ നിറം എന്താണ്? ഓപ്ഷൻ എ ബ്ലാക്ക്, തെറ്റാണ്, ഇത് ന്യൂട്രൽ വയർ ആണ്. ഓപ്ഷൻ ബി ഗ്രീൻ, ശരിയാണ്, ഗ്രീൻ യെല്ലോ. സുരക്ഷയെ സൂചിപ്പിക്കുന്ന പച്ച, ഗ്രീൻ അല്ലെങ്കിൽ പച്ചയും മഞ്ഞയും ചേർന്ന സ്ട്രിപ്പ് ആണ് എർത്ത് വയറിനായി ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി റെഡ്, തെറ്റാണ്. ഓപ്ഷൻ ഡി ബ്ലൂ, തെറ്റാണ്. ഹിൻഡ് പ്രകൃതിയുടെ അല്ലെങ്കിൽ സുരക്ഷയുടെ നിറമായ പച്ച ഓർക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 12. ടോപ്പിക് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. ഒരു കേബിളിൻ്റെ അകത്തെ കണ്ടക്ടറും പുറത്തെ ഇൻസുലേഷനും തമ്മിലുള്ള പ്രതിരോധത്തെ ഇൻസുലേറ്റർ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. ഇത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ ഓം മീറ്റർ, തെറ്റാണ്. സാധാരണ ലോ റെസിസ്റ്റൻസ് അളക്കാനാണ് ഓം മീറ്റർ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബി മെഗർ ഇൻസുലേഷൻ ടെസ്റ്റർ, ശരിയാണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വളരെ ഉയർന്നതാണ്, മെഗാ ഓമിലാണ് പറയുക. അതുകൊണ്ട് ഇത് അളക്കാൻ മെഗർ എന്ന ഇൻസ്ട്രുമെൻ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് ഹൈ വോൾട്ടേജ് DC ഉൽപ്പാദിപ്പിച്ചാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ സി അമീറ്റർ, തെറ്റാണ്. അമീറ്റർ കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ഡി വോൾട്ട് മീറ്റർ, തെറ്റാണ്. വോൾട്ടേജ് അളക്കാനാണ് വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത്. ഹിൻഡ് മെഗാ പ്ലസ് ഓം എന്നതിൽ നിന്ന് ആണ് മെഗർ എന്ന പേര് വന്നത്. ഇത് ഒരു ഹാൻഡ് ക്രാങ്ക്ഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീറ്റർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ടോപ്പിക് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കാൽക്കുലേഷൻ. 4 ഓം വീതമുള്ള 2 റെസിസ്റ്ററുകൾ പാരലലായി കണക്ട് ചെയ്താൽ അതിൻ്റെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഓപ്ഷൻ എ 8 ഓംസ്, തെറ്റാണ്. ഇത് സീരീസ് ആയി കൂട്ടുമ്പോഴാണ് കിട്ടുക. ഓപ്ഷൻ ബി 2 ഓം, ശരിയാണ്. 2 ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്ററുകൾ പാരലൽ ആയി വന്നാൽ ടോട്ടൽ റെസിസ്റ്റൻസ് അതിൻ്റെ പകുതിയായി മാറും. RT = 4 × 4 = 16. 16 / 8 = 2. ഓപ്ഷൻ സി 16 ഓംസ്, തെറ്റാണ്. ഓപ്ഷൻ ഡി 1 ഓം, തെറ്റാണ്. ഹിൻഡ് തുല്യമായ റെസിസ്റ്ററുകൾ പാരലലായി കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് പകുതിയാകും. 10 ഓം ഉള്ള 2 എണ്ണം ആണെങ്കിൽ 5 ഓം ആയി മാറും. ക്വസ്റ്റ്യൻ 14. ടോപ്പിക് വയർ സൈസ് ഏരിയ. ഒരു വയറിൻ്റെ വ്യാസം ഡയമീറ്റർ ഇരട്ടിയാക്കിയാൽ, അതായത് ഡബിൾ ആക്കിയാൽ അതിൻ്റെ റെസിസ്റ്റൻസിന് എന്ത് മാറ്റം വരും? ഓപ്ഷൻ എ പകുതിയാകും, തെറ്റാണ്. വ്യാസവും ക്രോസ് സെക്ഷണൽ ഏരിയയും ഒന്നല്ല. ഓപ്ഷൻ ബി 1/4 കുറയും, റെഡ്യൂസ്ഡ് ടു 1/4. ഉത്തരം ശരിയാണ്. റെസിസ്റ്റൻസ് എന്നത് ഏരിയയ്ക്ക് വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. R = 1/a. ഏരിയ എന്നാൽ A = πr² or A = πd²/4 ആണ്. ഡയമീറ്റർ ഇരട്ടിയാകുമ്പോൾ ഏരിയ 4 മടങ്ങായി കൂടുന്നു. ഏരിയ 4 മടങ്ങ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് 1/4 കുറയുന്നു. ഓപ്ഷൻ സി ഇരട്ടിയാകും, തെറ്റാണ്. കനം കൂടുമ്പോൾ തടസ്സം കുറയും. ഓപ്ഷൻ ഡി 4 മടങ്ങാവും, തെറ്റാണ്. വയറിൻ്റെ കനം കൂടുമ്പോൾ കറൻറ്റിന് ഒഴുകാൻ കൂടുതൽ സ്ഥലം കിട്ടുന്നു, അതുകൊണ്ട് റെസിസ്റ്റൻസ് വളരെ കുറയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 15. ടോപ്പിക് സെമി കണ്ടക്ടേഴ്സ് വാലൻസ് ഇലക്ട്രോൺസ്. സിലിക്കൺ, ജർമേനിയം തുടങ്ങിയ സെമി കണ്ടക്ടറുകളുടെ ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും? ഓപ്ഷൻ എ 1, തെറ്റാണ്. ഇത് സാധാരണ ഗുഡ് കണ്ടക്ടറുകളുടെ പ്രത്യേകതയാണ്. ഓപ്ഷൻ ബി 4, ശരിയാണ്. എല്ലാ സെമി കണ്ടക്ടർ മെറ്റീരിയലുകൾക്കും 4 വാലൻസ് ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. ഇതാണ് അവയ്ക്ക് കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും ഇടയിലുള്ള സ്വഭാവം നൽകുന്നത്. ഓപ്ഷൻ സി 8, തെറ്റാണ്. ഇത് ഇന്നർട്ട് ഗ്യാസുകളുടെ പ്രത്യേകതയാണ്. ഓപ്ഷൻ ഡി 2, തെറ്റാണ്. കെമിസ്ട്രിയിൽ കാർബൺ ഫാമിലിയിൽ വരുന്ന മൂലകങ്ങളാണ് ഇവ. ഹിൻഡ്
കെമിസ്ട്രിയിൽ കാർബൺ ഫാമിലിയിൽ വരുന്ന മൂലകങ്ങളാണ് ഇവ. 4 ബോണ്ടുകൾ ഉണ്ടാക്കാൻ ഇവയ്ക്ക് കഴിയും. ക്വസ്റ്റ്യൻ നമ്പർ 16. ടോപ്പിക് കേബിൾ വോൾട്ടേജ് റേറ്റിംഗ്. വീടുകളിലെ സിംഗിൾ ഫേസ് ഡൊമസ്റ്റിക് വയറിങ്ങിനായി ഉപയോഗിക്കുന്ന കേബിളുകളുടെ വോൾട്ടേജ് റേറ്റിംഗ് സാധാരണയായി എത്രയായിരിക്കും? ഓപ്ഷൻ എ 11 kV. റീസൺ തെറ്റാണ്. ഇത് ഹൈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ആണ്. ഓപ്ഷൻ ബി 650 വോൾട്ട് പെർ 1100 വോൾട്ട്. റീസൺ ശരി. ഓപ്ഷൻ ശരിയാണ്. ഉത്തരം ശരിയാണ്. നമ്മൾ വീട്ടിൽ 230 വോൾട്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും സുരക്ഷയ്ക്കായി വീട്ടിൽ ഉപയോഗിക്കുന്ന വയറുകളുടെ വോൾട്ടേജ് ഗ്രേഡ് 650/1100 വോൾട്ട് ആയിരിക്കും ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ആപ്ലിക്കേഷൻസിൽ. ഓപ്ഷൻ സി 33 kV തെറ്റാണ്. ഓപ്ഷൻ ഡി 110 വോൾട്ട് തെറ്റാണ്. ഹിന്റ്: വയറിൻ്റെ പാക്കറ്റിന് മുകളിൽ 1100 വോൾട്ട് ഗ്രേഡ് എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇൻസുലേഷൻ്റെ കപ്പാസിറ്റിയാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 17. ടോപ്പിക് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറന്റ്. ഒരു അയൺ ബോക്സ് അല്ലെങ്കിൽ വാട്ടർ ഹീറ്റർ പ്രവർത്തിക്കുന്നത് കറന്റിൻ്റെ ഏത് എഫക്റ്റ് കാരണമാണ്? ഓപ്ഷൻ എ മാഗ്നറ്റിക് എഫക്റ്റ്. ഉത്തരം തെറ്റാണ്. ഇത് മോട്ടോറുകളിലും ഫാനുകളിലുമാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബി കെമിക്കൽ ഇഫക്റ്റ്. തെറ്റാണ്. ഇത് ബാറ്ററികളിലാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി ഹീറ്റിംഗ് ജൂൾ എഫക്റ്റ്. ശരിയാണ്. ഒരു റെസിസ്റ്റൻസിലൂടെ കറന്റ് ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് H=I²RT അടിസ്ഥാനമാക്കിയാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇതിനെ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി ലൈറ്റിംഗ് എഫക്റ്റ്. തെറ്റാണ്. നിക്കോളാസ് പോലുള്ള ഉയർന്ന റെസിസ്റ്റൻസ് ഉള്ള ഹീറ്റിംഗ് എലമെൻറ്റുകൾ ഇതിനായി ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 18. ടോപ്പിക് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് ഉണ്ടായിരിക്കേണ്ട ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയാണ്? ഓപ്ഷൻ എ ഇൻഫിനിറ്റി. തെറ്റാണ്. ഇത് ഐഡിയൽ കറണ്ട് സോഴ്സിൻ്റെ പ്രത്യേകതയാണ്. ഓപ്ഷൻ ബി 0. ശരിയാണ്. വോൾട്ടേജ് സോഴ്സിന് ഉള്ളിൽ റെസിസ്റ്റൻസ് ഉണ്ടാകാൻ പാടില്ല. എങ്കിൽ മാത്രമേ പുറത്തേക്ക് ലോഡ് എത്ര കിട്ടിയാലും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാതെ മുഴുവൻ വോൾട്ടേജ് പുറത്ത് കിട്ടുകയുള്ളൂ. ഓപ്ഷൻ സി 100 ohms. തെറ്റാണ്. ഓപ്ഷൻ ഡി വളരെ ഉയർന്ന വാല്യൂ. തെറ്റാണ്. ഹിന്റ്: പ്രാക്ടിക്കൽ സോഴ്സുകൾക്ക് ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാകും. എന്നാൽ ഐഡിയൽ എന്ന് ചോദിച്ചാൽ എപ്പോഴും 0 ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 19. ടോപ്പിക് ലീനിയർ ആൻഡ് നോൺ ലീനിയർ സർക്യൂട്ട്. താഴെ പറയുന്നവയിൽ ഓം നിയമം കൃത്യമായി പാലിക്കാത്ത നോൺ ലീനിയർ ഘടകം ഏതാണ്? ഓപ്ഷൻ എ കാർബൺ റെസിസ്റ്റർ. തെറ്റാണ്. റെസിസ്റ്ററുകൾ ലീനിയർ ആണ്. അവ ഓം നിയമം പാലിക്കും. ഓപ്ഷൻ ബി ഡയോഡ് സെമി കണ്ടക്ടർ. ശരിയാണ്. ഡയോഡ്, ട്രാൻസിസ്റ്റർ തുടങ്ങിയ സെമി കണ്ടക്ടർ ഡിവൈസുകൾ ഓം നിയമം അനുസരിക്കില്ല. അവയുടെ വോൾട്ടേജ് കറന്റ് ഗ്രാഫ് ഒരു നേർരേഖയല്ല, നോൺ ലീനിയർ ആണ്. ഓപ്ഷൻ സി കോപ്പർ വയർ. തെറ്റാണ്. മെറ്റാലിക് കണ്ടക്ടറുകൾ ഓം നിയമം പാലിക്കും. ഓപ്ഷൻ ഡി റിയോസ്റ്റാറ്റ്. തെറ്റാണ്. ഹിന്റ്: വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറന്റ് ഒരേ അനുപാതത്തിൽ കൂടാത്ത ഇലക്ട്രോണിക് കമ്പോണൻസ് ആലോചിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 20. ടോപ്പിക് പവർ റേറ്റിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ്. ഇലക്ട്രിക്കൽ വയറിങ്ങിലും എക്യുപ്മെൻറ്റുകളിലും റെസിസ്റ്ററുകൾ വാങ്ങുമ്പോൾ ഓം വാല്യൂ കൂടാതെ നോക്കേണ്ട മറ്റൊരു പ്രധാന റേറ്റിംഗ് ഏതാണ്? ഓപ്ഷൻ എ വോൾട്ടേജ് റേറ്റിംഗ്. തെറ്റാണ്. ഓപ്ഷൻ ബി വാട്ടേജ് പവർ റേറ്റിംഗ്. ശരിയാണ്. ഒരു റെസിസ്റ്റൻറ്റിന് കേടുപാടുകൾ കൂടാതെ എത്രത്തോളം ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്നത് അതിൻ്റെ വാട്ടേജ് റേറ്റിംഗ് ആണ്. ഉദാഹരണത്തിന് 1/4 വാട്ട്, 1 വാട്ട്, 5 വാട്ട് റെസിസ്റ്ററുകൾ. ഓപ്ഷൻ സി കറന്റ് റേറ്റിംഗ്. തെറ്റാണ്. ഓപ്ഷൻ ഡി ഫ്രീക്വൻസി റേറ്റിംഗ്. തെറ്റാണ്. ഹിന്റ്: റെസിസ്റ്റൻസിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് കൂടും.